നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. യുദ്ധം സങ്കീർണമായിരിക്കുകയാണ്. 5 ദിവസത്തേക്ക് വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇറാനിയൻ എനർജി ഇൻഫ്രാസ്ട്രക്ചറിന്റെ മുകളിലേക്കുള്ള ആക്രമണം 5 ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ട്രംപ് പറയുന്നു. ഇവിടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് 4-ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇറാൻ ഒറ്റയ്ക്കായിരിക്കുകയാണ്. തുടങ്ങുമ്പോൾ അമേരിക്കയും ഇസ്രായേലും മാത്രമായിരുന്നു. ഇന്ന് മറ്റുള്ള ഗൾഫ് ദേശങ്ങൾ, സുന്നി ദേശങ്ങൾ ഇസ്രായേലിന്റെ കൂടെ ചേർന്നിരിക്കുന്നു. ഇന്ന് വാർത്തകൾ വരുന്നു, MBS പറഞ്ഞു എന്ന് പറയുന്നു. അതായത് സൽമാൻ രാജാവ് പറഞ്ഞിരിക്കുന്നു, ഞങ്ങളും കൂടെയുണ്ട്. എന്തായാലും തുടങ്ങിയല്ലോ, ഞാൻ മുമ്പ് വീഡിയോ ചെയ്തതാണ്. തുടേശ തുടങ്ങിയതല്ലേ, തീർത്തിട്ട് പോയാൽ മതി എന്ന് MBS പറഞ്ഞു എന്ന് പറയുന്നു. അറിഞ്ഞുകൂടാ. ഏതവേ നമ്മൾ സംസാരിക്കാൻ വന്ന വിഷയം എന്ന് പറയുന്നത് സങ്കീർണമായിരിക്കുകയാണ്. ഈ പറയുന്ന പശ്ചിമേഷ്യയിലെ യുദ്ധം എവിടെ ചെന്ന് അവസാനിക്കും? ആദ്യമേ ഞാൻ പറയട്ടെ, എല്ലാ രാജ്യങ്ങൾക്കും സ്വാർത്ഥതയാണ്. അമേരിക്കയുടെ സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ഏറ്റവും വലിയ ശക്തരായ രാജ്യം, ഞങ്ങളോടാണ് മുട്ടാൻ വരല്ലേ ഞങ്ങൾ. അതായത് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ പുലി ഞാനാണ്, സിംഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷിയ റജീം, ഷിയയുടെ തലവൻ ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ മുന്നോട്ട് വരുന്നു. ഇസ്രായേലാണ് ഗ്രേറ്റർ ഇസ്രായേൽ, ഞങ്ങൾക്ക് അതിരുകളില്ല, ഞങ്ങൾക്ക് പശ്ചിമേഷ്യ മുഴുവൻ കൈയടക്കണം, പാകിസ്ഥാൻ വരെ കൈയടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ. ഇത് സ്വാർത്ഥതയുടെ വലിയൊരു കളിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ട്രംപിന് ഈ പരിപാടി എന്ന് പറയുന്നത് 48 മണിക്കൂർ വെടിനിർത്തൽ, 5 ദിവസം വെടിനിർത്തൽ എന്ന് പറയുന്നതിന്റെ പുറകിലെ കളി ആർക്കും മനസ്സിലാവുന്നില്ല. ട്രംപ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതാണ്, അമേരിക്കയിലെ രാഷ്ട്രീയ നേതാവും സൈനിക തലവനുമാണ് ട്രംപ്. വ്യക്തമാക്കി മനസ്സിലാക്കുക. ഒരുപാട് പേര് പറയുമായിരിക്കും ട്രംപ് തന്നെയും പിന്നെയും പറയുന്നല്ലോ എന്ന്. ഇന്ത്യ പോലെയല്ല. ഇന്ത്യയിലെ സൈനിക തലവൻ രാഷ്ട്രപതിയും നമ്മുടെ പാർലമെന്റിന്റെ തലവൻ നമ്മുടെ പ്രധാനമന്ത്രിയുമാണ്. യുദ്ധം വരുമ്പോൾ ഇറ്റ്സ് അപ് ടു പ്രസിഡന്റാണ് തീരുമാനമെടുക്കേണ്ടത്. ഇവിടെ അമേരിക്കയിൽ ഒരാൾ മാത്രമാണ്. അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ ജനങ്ങളോട് പറയും, കണ്ടില്ലേ, ഞാൻ 5 days സമയം കൊടുത്തിരിക്കുകയാണ്. ഇറാൻ ഒന്നിനും വഴങ്ങുന്നില്ല. ഞാൻ സംസാരിക്കുന്നുണ്ട് നേതാക്കന്മാരായിട്ട്, പക്ഷെ അവരാരും വഴങ്ങുന്നില്ല. ഞാൻ കൊടുത്തു, അവർ വഴങ്ങുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ഇറാനിലെ ജനങ്ങളോട് അദ്ദേഹം പറയുകയാണ്, ദേ ഞാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, പക്ഷെ ഇന്ന് രാവിലെയും നിങ്ങൾ കണ്ടില്ലേ, കുവൈറ്റിലേക്ക് ആക്രമിച്ചു. അങ്ങനെ സൗദിയിലോ മറ്റോ ആരോ ഒരു ഇന്ത്യക്കാരനല്ലോ ആരോ മരിച്ചു. അങ്ങനെ അവർ പറയാൻ ശ്രമിക്കുന്നത് വേറെ രീതിയിലാണ്. അത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നു, 5 ദിവസത്തെ ഇടവേള കഴിഞ്ഞാൽ അദ്ദേഹം ടോക്കേക അടിക്കും. നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല ട്രംപ് ആരാണ് എന്ന്. ട്രംപിന് അവൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ട്. അവൻ അടിച്ചിരിക്കും. അവന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അടിച്ച് മുന്നേറി ഒരു സമയം വരുമ്പോൾ അദ്ദേഹം കൈ ഉയർത്തി പറയും, കഴിഞ്ഞു, നമ്മൾ ജയിച്ചു, വരൂ, എല്ലാവരും തിരിച്ചു വരൂ, എല്ലാം പാക്കപ്പ് ചെയ്യൂ. അപ്പോൾ റിപ്പോർട്ടർമാർ ചോദിക്കും, സാർ അപ്പോ മറ്റേ ഹോർമൂസ് കടലൊടുക്കൂ, അതിൽ കൂടെ നമുക്ക് എണ്ണയൊന്നും വരുന്നില്ലല്ലോ. അത് ഇന്ത്യ, ചൈന, സിംഗപ്പൂർ, യൂറോപ്യൻ നേതാക്കന്മാര് സംസാരിച്ച് തീർക്കട്ടെ. അതായത് അവരവരുടെ വേണമെങ്കിൽ ഇറാനുമായി സംസാരിച്ച് ഒത്തുതീർപ്പാക്കട്ടെ എന്ന്. ഹോർമൂസ് കടലൊടുക്ക് ആവശ്യമുള്ളവർ. ഞങ്ങൾക്ക് എണ്ണ വരുന്നത് മറ്റേ കാനഡയിൽ നിന്നാണ് വരുന്നത്, ഇവിടെ സ്വന്തമായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ വല്ലോ ചിക്കനോ എന്തെങ്കിലും ഇറച്ചി എങ്ങനെ വരുന്നുണ്ടായിരിക്കും. അതല്ലാതെ ഹോർമൂസ് കടലെടുക്കിൽ അമേരിക്കയ്ക്ക് എന്ത് കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരിധി കഴിയുമ്പോൾ ട്രംപ് സ്വയം വിജയം പ്രഖ്യാപിച്ച് അവിടുന്ന് തിരികെ പോരും. അദ്ദേഹം അവിടെയുള്ള പ്രശ്നങ്ങൾ ബാക്കിയുള്ള സുന്നി ദേശങ്ങൾക്കും ഇസ്രായേലിനും പതുക്കെ ഇട്ടുകൊടുത്ത് ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, ഞാൻ വളരെ ശക്തനാണ്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും അടിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇറാന് അണുവായുധമില്ല, ഇറാന്റെ മിസൈലുകളെല്ലാം പോയിരിക്കുന്നു എന്ന് അദ്ദേഹം വിളിച്ചു പറയും. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിയുമ്പോൾ മറ്റുള്ള ദേശങ്ങളെ കഷ്ടപ്പെട്ട് ആ കടലിടുക്കൊക്കെ തുറന്നു ഇറാൻ പയ്യെ കാര്യങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ വീണ്ടും വന്നടിക്കും. നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല ഇദ്ദേഹം ആരാണ് എന്ന്. ഇദ്ദേഹം വളരെ ക്ഷത്രശാലിയാണ്. ഇദ്ദേഹം നരേന്ദ്രമോദി വിളിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നരേന്ദ്രമോദി വിളിച്ചു പറഞ്ഞു, അഭി പ്രധാനമന്ത്രി ജി ആപ്കോ ബഹുത് സംബന്ധ് ഹേ ഇറാൻ കെ സാത്ത്, ആപ് തോടാ ബാത്ചീത് കീരിയോ. അതായത് ഇറാനുമായി സംസാരിച്ചു നോക്കൂ. ആ ഹോർമുസ് കടലിടുക്ക് ഇന്ത്യ എങ്ങനെ സംസാരിക്കും ഇറാനോട്? അദ്ദേഹം പറഞ്ഞു, ഇറാനോട് പറയുകയാണ് ഇന്ത്യ, അതായത് നിങ്ങൾ തൽക്കാലം മറ്റേ പറയുന്ന ഹോർമുസ് തുറക്കൂ, ഇന്നെ ട്രംപിനോട് സംസാരിച്ച് അല്പം മയപ്പെടുത്താം അടിയുടെ അളവ് എന്ന് പറഞ്ഞ് തുറന്നാല് പിറ്റേ ദിവസം ട്രംപ് എന്ത് ചെയ്യും? വീണ്ടും അടിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് പേര് പറയുമായിരിക്കും ഇറാൻ കീഴടങ്ങുകയില്ല, തളരുകയില്ല എന്ന്. പക്ഷെ തളരും. എത്രമാത്രം?
മാർപീറ്റ് ഖാ സക്ത എന്ന് പറഞ്ഞാൽ എത്രമാത്രം അടി സ്വീകരിക്കാൻ സാധിക്കും. കാരണം ഇത് ഒറ്റയ്ക്കാണ് ഇറാൻ എന്ന് പറയുന്നത്. ബാക്കി നിൽക്കുന്ന ദേശങ്ങൾ ഇന്ന് കൂടെ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ പോയ രാജ്യമാണ്. ഇതിന്റെ പ്രശ്നം മനസ്സിലാക്കുക നിങ്ങൾ എന്താന്ന്. ഇസ്രായേലിന്റെ പ്രശ്നം എന്താണ്? അണുവായുധം. ഇറാൻ അണുവായുധം ഉണ്ടാക്കുന്നു. ഇറാൻ മോശക്കാരാണോ? ഇറാൻ എല്ലാ വെള്ളിയാഴ്ചയും ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അണുവായുധം ഉണ്ടാക്കി 60%, 80, 90. അങ്ങനെ പറയുമ്പോൾ അവരും വെറുതെ ഇരിക്കുകയില്ല. ആരും മോശക്കാരല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരു രാജ്യങ്ങൾക്കും അവരെ ആക്രമിക്കാനുള്ള എല്ലാ തരത്തിലുള്ള കാരണങ്ങളുമുണ്ട്. അമേരിക്കയ്ക്കുമുണ്ട്. അമേരിക്കൻ ഹെജുമണി ഞങ്ങൾ വലിയ സമ്പ്രദായമാണെന്നത് ഞാൻ വീണ്ടും പറയുന്നു. അടിവരയിട്ട് പറഞ്ഞാണ്. ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞാണ് MBS അടിച്ചൊതുക്കാൻ പറഞ്ഞുവെന്ന്. ഇന്ന് ന്യൂസ് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ ഒരുപാട് മാധ്യമങ്ങൾ പറയുകയാണ്, അതായത് ഇസ്രായേൽ മാധ്യമം പുറത്തുവിട്ടിരിക്കുകയാണ് ഈ പറയുന്ന ചർച്ച, അതായത് അമേരിക്കയും ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വവുമായുള്ള ചർച്ച നടക്കുന്നുവെന്ന്. അതായത് രഹസ്യ ചർച്ച ഇസ്രായേൽ മാധ്യമം പുറത്തുവിട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ആ ചർച്ച പൊളിയാൻ വേണ്ടിയാണ്. കാരണം ഇറാനിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. അതായത് നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്നുണ്ട് കീഴടങ്ങില്ല എന്ന്, പക്ഷെ സംസാരിക്കാൻ വന്നിരിക്കുന്നു എന്ന്. അതായത് ഇതിന്റെ പുറകിലുള്ള കാരണങ്ങൾ മനസ്സിലാക്കുക. ഇരു ദേശങ്ങളും മോശക്കാരല്ല. അണുവായുധം ഉണ്ടാക്കില്ല, അതായത് ഉണ്ടാക്കാൻ ഇറങ്ങിയ ഇറാനും അതോടൊപ്പം തന്നെ അതായത് അണുവായുധം ഉണ്ടാവുമെന്ന് പേടിച്ചുകൊണ്ട് വരുന്ന ഇസ്രായേൽ, എല്ലാവർക്കും സ്വാർത്ഥ താല്പര്യങ്ങളാണ്. ഇത് ഡൊണാൾഡ് ട്രംപ് ഹോർമുസ് കടലിടുക്ക് മറ്റുള്ള ദേശങ്ങളുടെ തലയിലേക്ക് ഇട്ടിട്ട് ഇപ്പോൾ വരാത്ത ഈ പറഞ്ഞ യൂറോപ്യൻ ദേശങ്ങളെല്ലാം പുറത്തു വരും, നേറ്റോ എല്ലാം പുറത്തു വരും. കുറച്ച് അടുത്ത 48 മണിക്കൂർ നിർണായകമാണ്. ട്രംപ് അടിച്ച് ഒരു പട്ടാളം പുറത്തിറങ്ങാൻ പോകുന്നില്ല. ഇപ്പൊ ഒരുപാട് പേര് പറയുന്നുണ്ട് പട്ടാളം വരുന്നുണ്ട്. അവർ വരുന്നത് ഈ കടലിറക്കോ ഹോർമിസ് കടലിടുക്കോ അല്ലെങ്കിൽ കാർ കയലിട്ട് പിടിക്കാനൊന്നുമല്ല. എന്തെങ്കിലും ആവശ്യത്തിന് അമേരിക്കൻ ബേസ് ഇവാക്യുവേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ബേസിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കണമെങ്കിൽ സഹായത്തിന് വേണ്ടിയാണ് ഈ ട്രിപ്പോളി വരുന്നതും പിന്നെ ഈ പട്ടാളക്കാർ വരുന്നതും. അതല്ലാതെ കാർ ഐലൻഡിൽ പോയിട്ട് പിടിച്ചെടുക്കാമെന്നല്ല. അമേരിക്കൻ സൈനികൻ പുറത്തിറങ്ങില്ല. നോ ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട്. അമേരിക്ക മുകളിൽ നിന്ന് ബോംബിട്ട് ഒരു ലെവലാകുമ്പോൾ അവരവിടെ പിന്മാറും, ബാക്കി ദേശങ്ങൾക്ക് വിട്ടുകൊടുക്കും. നിങ്ങളായി നിങ്ങളുടെ ഭാഗം എന്തെങ്കിലുമൊക്കെ ചെയ്യ്.